ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വണ്ടി സൈഡ് തുറക്കുന്ന ടൈപ്പ് ആക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡോർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പണി ഇതാ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടോളി, എങ്ങനെയുണ്ട് നോക്കി. ഇത് നല്ലൊരു സ്റ്റേഡിയത്തിൻ്റെ അടുത്താട്ടോ വർക്ക്ഷോപ്പ് വന്ന നല്ലൊരു സ്റ്റേഡിയത്തിനടുത്ത് ബാബേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് വണ്ടിയുള്ളത്. ബാബേട്ട ഒറ്റയ്ക്കാണ് വർക്ക് എടുക്കുന്നത് കേട്ടോ. സൈഡൊക്കെ നല്ല ക്ലിയർ ആക്കുന്നുണ്ട്, എന്നാലേ ആംഗിളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആംഗിളൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറ്റിയിട്ടുണ്ട്. വീതി കൂടി ആംഗിളാണ് കയറ്റിയത്. സൈഡൊക്കെ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടതാണ് ആംഗിള്. കുഴപ്പമില്ലാത്ത വർക്കാട്ടോ മൂപ്പര് ചെയ്യുന്നതൊക്കെ. അധികം ഇങ്ങനത്തെ വർക്കാണ് മൂപ്പർക്ക് വരുന്നത്. ബോഡി കെട്ടിയ വണ്ടി സൈഡ് ഓപ്പൺ ആക്കുന്ന ടൈപ്പാണ് മൂപ്പർക്ക് അധികം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ. ബോഡി ഇപ്പം കയറ്റിയൊരു ഇതാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പം ഫസ്റ്റ് ഒരു മറിക്കണ ലെവലപ്പം ചെയ്ത് ഇനി ആ ഗ്രില്ലിൻ്റെ മുകളിൽ ഒന്നുകൂടി വരാണ്ട് കേട്ടോ. അപ്പുറത്ത് വെച്ചാൽ കണ്ടോ, അതുപോലെ ആദ്യം ഒരു മറയ്ക്കും, പിന്നെ രണ്ടാമത് ബോഡി ഒന്നായിട്ട് മറിക്കും. അപ്പോൾ സൈഡ് ഓപ്പൺ ആവും. അതാണ് ചെയ്തത്. അപ്പം ലെങ്ത്ത് കുറയില്ല, ആ ലെവലിലാണ് ഇപ്പോൾ ബോഡി ചെയ്തത്. പഴയ ലെങ്ത്തിൽ തന്നെ ബോഡി ഉണ്ടാവും. രണ്ട് സൈഡും ബോഡിയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് പൊക്കാണ്ട്, ഇതുപോലെ അപ്പുറത്തെ സൈഡും പൊക്കാണ്ട്. ഈ മുകളിലും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മറിക്കാൻ ടൈപ്പ്. അതൊരു മറിക്കുക, പിന്നെ ഒന്നായിട്ട് മറിക്കുക. ആ ലെവലാണ് ചെയ്തത്. ബോഡിയുടെ ലെങ്ത്ത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്താൽ. രണ്ടും മറിച്ച് ലോക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇപ്പം 3 സൈഡും തുറക്കാൻ ടൈപ്പ് ആക്കി. അതുകൊണ്ടിപ്പോൾ ഈ ലെവലിലപ്പോൾ വണ്ടിയുള്ളത്. അതുകൊണ്ട് എന്താ സുഖം എന്ന് വെച്ചാൽ നമുക്ക് സാധനം കയറ്റാൻ എളുപ്പമായിരിക്കും, കയറ്റാനും ഇറക്കാനൊക്കെ. അതിനു വേണ്ടിയാണ് ചെയ്തത്. ഒരു സാധാ നിസാനൊക്കെ ഇല്ലേ ബോഡി വണ്ടി, അതുപോലെ ആയിപ്പം. അത്യാവശ്യം ലെങ്ത്തുള്ള ബോഡിയാണ്. ടാറ്റ ഇൻട്ര V30 വണ്ടിയാണ്, നീളം കൂടി ടൈപ്പ് തന്നെ. ഫസ്റ്റ് ഇറങ്ങിയ മോഡലേ. പണി നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം അവിടെ വെച്ച് ആ ക്യാബിൻ നല്ലൊരു ടെമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു പീസ് വെച്ച് കണ്ടോ. ഇപ്പോൾ എന്ത് സുഖത്തിൽ സാധനം ഇറക്കാം, സാധനം ഇറക്കാം. സിമെൻറ്റൊക്കെ ഇറക്കാൻ പെട്ടെന്ന് പരിപാടി ചെയ്യും. 3/4 മണിക്കൂർ എടുക്കേണ്ട സാധനം 10-20 മിനിറ്റ് കൊണ്ട് ഇറക്കി കഴിഞ്ഞ് നമുക്ക് വേറെ വർക്കിന് പോവാം. അതാണിപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പണി. രണ്ടാളുണ്ടെങ്കിൽ ഇറക്കി പോവാം. അല്ലെങ്കിൽ ഒരാൾ വണ്ടിയിൽ നിൽക്കണ, ഒരാൾ താഴത്ത് നിൽക്കണ, ഒരാൾ വലിച്ചു കൊണ്ടുവരാൻ, അങ്ങനെ കുറേ റിസ്ക്കാണ്. ഇതിപ്പോൾ അതില്ല. ഇപ്പോൾ എന്ത് സാധനം ആയാലും വേഗം ഇറക്കാം, സൈഡിൽ കൂടി ഇറക്കി കൊണ്ടുപോകാം. മുകളിൽ നിൽക്കുന്ന ആൾക്ക് അത്ര റിസ്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. ബോഡിക്ക് ലേശം ടെമ്പർ കുറയുന്നുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ പണിക്കൊക്കെ പോകാൻ സുഖതാണ് നല്ലത്. എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. മരം ഇറക്കാനൊക്കെ നല്ല സുഖമാണ്. ആൾ പിടിച്ച് വലിക്കേണ്ട, ബാക്കോട്ട് വലിക്കേണ്ട, സൈഡിൽ ചുറ്റി മറിച്ചിട്ട് നേരെ താഴ്ത്ത് വീണോളും. ഇങ്ങനത്തെ ബോഡി ആയിട്ടുള്ള സുഖം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ബോള ബ്രിക്കായാലും എല്ലാ ഐറ്റായാലും സുഖമായിട്ട് ഇറക്കാൻ കയറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. താഴ്ന്ന് തന്നെ എടുത്തു കൊണ്ട് പോവാം. മറ്റൊരാൾ കയറണം, മുകളിൽ നീക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇഷ്ടമായിട്ടോ ബോഡി പണി. നല്ല വർക്കാണ് ചെയ്തതൊക്കെ.